എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ആശുപത്രിയുടെ ഒരു വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങളാരും ഇതുവരെയും വെള്ളം ഇറങ്ങിയിട്ടില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് പുഷ്പഗിരിയുടെ ദന്തൽ ഹോസ്പിറ്റലാണ്, അതായത് മെഡിക്കൽ കോളേജ് കൂടെയാണ് ഇവിടെ. അപ്പം ദന്തിസ്റ്റ്, അത് പല്ലുമായിട്ട് സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ അനേകം ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, നല്ല പല ഡോക്ടേഴ്സ് ഉണ്ട്. മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള താഴ്ന്ന പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളായതുകൊണ്ടായിരിക്കാം ഇവിടെ വെള്ളമൊക്കെ ഇറങ്ങാൻ താമസിക്കുന്നത്. അപ്പം ഇത് സ്ഥിരമായിട്ടൊരു പ്രതിഭാസമായിരിക്കാം. അതുകൊണ്ടാണ് സൈഡിൽ നിന്ന് കയറി വരുന്നിടത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് കയറി വരാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അകത്തെ ഒരു പ്രവർത്തനങ്ങൾക്കും തടസ്സം വരാത്ത രീതിയിലാണ് ഈ ഹോസ്പിറ്റലിൽ. ഈ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. സൈഡിൽ കൂടെ നമുക്ക് കയറി വന്ന് നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കാം. നമ്മുടെ എന്തൊക്കെയുണ്ടോ അത് ദന്തൽപരമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റുന്നൊരു ഹോസ്പിറ്റൽ കൂടിയാണ് ഇത്. നമ്മുടെ തിരുവല്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ച് വീഡിയോ ഉണ്ടോ കണ്ടു നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് പുഷ്പഗിരിയുടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ കാണുമ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന പോലെ, അല്ലെങ്കിൽ ടൂറൊക്കെ പോകുന്ന പോലെ ഇരിക്കുന്നൊരു ഏരിയ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ സ്ഥിരമായിട്ട് പണിതിട്ടിരിക്കുന്ന റെയിൽസാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ നമുക്ക് കാണാൻ. കിളികളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഒരു മനോഹരിത ഉണ്ട് ഇവിടെ നമുക്ക് വരുമ്പോൾ. ഹോസ്പിറ്റലാണെങ്കിൽ അവർ ആ രീതിയിൽ വെള്ളം, എനിക്കൊന്ന് സ്ഥിരമായിട്ട് തന്നെയൊക്കെ ചിലപ്പം വെള്ളം കയറുന്നതായിരിക്കും. അതുപോലെയൊക്കെ സലാൻഡ് റെയിൽ ഒക്കെ നടന്നു പോകാൻ, വെള്ളം പൊങ്ങാതെ നടന്നു പോകാനുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ട് നോക്കിയാൽ നല്ല കാണാം, നല്ലൊരു റോഡ് ബ്ലോക്കായി. കാരണം അങ്ങോട്ട് വണ്ടി കടന്നു പോകത്തുള്ളൂ. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഈ സൈഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു.